81 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുഖത്ത് അവിശ്വസനീയത പരന്നിരുന്നു. അതേറെക്കുറെ സ്വാഭാവികമായിരുന്നു. ക്രൊയേഷ്യക്കെതിരെ ഒരു ഗോളിന് പിന്നിൽ നിന്നിരുന്ന പോർച്ചുഗലിനെ മത്സരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് ക്രിസ്ത്യാനോയുടെ പെനാൽറ്റി കിക്കായിരുന്നു. അതിനേക്കാൾ മുമ്പ് അയാൾ നേടിയ ഗംഭീരമായ ഒരു ഗോൾ തലനാരിഴക്ക് വ്യത്യാസത്തിൽ ഓഫ്സൈഡായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ഹൈഡ്രേഷൻ ഇടവേളയുടെ സമയത്ത് ക്രിസ്ത്യാനോ ശരിക്കും ആനിമേറ്റഡ് ആയിരുന്നു. പോർച്ചുഗലിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണമെന്ന വാശിയോടെ നിൽക്കുമ്പോഴാണ് ക്രിസ്ത്യാനോക്ക് മൈതാനം വിടേണ്ടി വന്നത്. അതുകൊണ്ടാണ് അയാൾ അവിശ്വസനീയത പ്രകടിപ്പിച്ചത്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ക്രിസ്ത്യാനോ സമചിത്തത വീണ്ടെടുത്തു. തനിക്ക് പകരം കളത്തിലിറങ്ങിയ റൂബൻ നെവസിനെയും തന്നെ മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ട പരിശീലകനെയും ആലിംഗനം ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ മടങ്ങിയത്. ഗോൺസാലോ റാമോസ് തൊടുത്തുവിട്ട ഹെഡർ പോർച്ചുഗലിനെ 2-1 എന്ന മാർജിനിൽ മുന്നിലെത്തിച്ചപ്പോൾ റാമോസിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ആദ്യം ഓടിയെത്തിയതും റൊണാൾഡോ തന്നെയായിരുന്നു. പിന്നീട് ക്രൊയേഷ്യ ഗോൾ നേടിയപ്പോൾ ക്രിസ്ത്യാനോയുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിന്നു. ആ ഗോൾ റഫറി നിഷേധിച്ചപ്പോൾ ക്രിസ്ത്യാനോ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആനന്ദിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനോ എന്ന ടീംമാൻ ഗ്രൗണ്ടിൽ പ്രഭ ചൊരിയുകയായിരുന്നു. 2016 യൂറോ കപ്പ് ഫൈനലിൽ പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്നിട്ടും അവസാന വിസിൽ വരെ പോർച്ചുഗലിന് വേണ്ടി ഓടി നടന്ന ക്രിസ്ത്യാനോയെ ഒരു നിമിഷത്തേക്ക് ഓർത്തുപോയി. 4 വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ വെച്ച് നടന്ന ലോകകപ്പിൽ ക്രൊയേഷ്യയും ജപ്പാനും തമ്മിൽ ഒരു പ്രീ ക്വാർട്ടർ മത്സരം നടന്നിരുന്നു. ആ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടപ്പോൾ ലുക്ക മോഡ്രിച്ച് തൻ്റെ ടീം അംഗങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു: ഭയപ്പെടേണ്ടതില്ല, നമ്മുടെ ഗോൾ കീപ്പറായ ഡൊമിനിക് ലിവാക്കോവിച്ച് ക്രൊയേഷ്യയെ രക്ഷിച്ചെടുക്കും. എന്നാൽ മോഡ്രിച്ച് ഉരുവിട്ട വാക്കുകൾ സത്യമായി. ജപ്പാൻ ടീമിൻ്റെ 3 പെനാൽറ്റി കിക്കുകളാണ് ലിവാക്കോവിച്ച് തടുത്തിട്ടത്. അവസാനം ക്രൊയേഷ്യ ജപ്പാനെ കീഴടക്കി. അങ്ങനെയുള്ള ലിവാക്കോവിച്ചിനെതിരെയാണ് ക്രിസ്ത്യാനോ അനായാസമായി ആ വിജയം ലക്ഷ്യം കണ്ടത്. പെനാൽറ്റി കിക്കിലൂടെ സ്കോർ ചെയ്ത ക്രിസ്ത്യാനോയെ പലരും പുച്ഛിക്കുന്നത് കണ്ടു. പക്ഷേ ആ ഗോൾ പ്രശംസ അർഹിക്കുന്നുണ്ട്. 1994 ലോകകപ്പ് ഫൈനൽ ഓർമ്മിക്കുന്നില്ലേ? ഇറ്റലിയുടെ റോബർട്ടോ ബാജിയോ അന്ന് ഒരു പെനാൽറ്റി പാഴാക്കിയിരുന്നു. ആ പിഴവിനു ശേഷം ബ്രസീൽ ലോക കിരീടത്തിൽ മുത്തമിടുകയും ചെയ്തു. തൻ്റെ ആത്മകഥയായ എ ഗോൾ ഇൻ ദ സ്കൈ എന്ന പുസ്തകത്തിൽ ആ പെനാൽറ്റി നഷ്ടത്തെ ബാജിയോ ഇങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്: ബ്രസീലിയൻ ഗോൾ കീപ്പർ എന്തായാലും ഡൈവ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് പോസ്റ്റിൻ്റെ മധ്യഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ നിശ്ചയിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ ഗോളി ഇടത്തെ ഭാഗത്തേക്ക് ഡൈവ് ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ എൻ്റെ കിക്ക് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു പോകുകയായിരുന്നു. ബാജിയോ പയറ്റിയ അതേ തന്ത്രമാണ് ക്രിസ്ത്യാനോ ലിവാക്കോവിച്ചിനെതിരെ ഉപയോഗിച്ചതും. ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ വലത്തുവശത്തേക്ക് കുതിച്ചപ്പോൾ പന്ത് ഗോൾ പോസ്റ്റിന്റെ മിഡിൽ പോർഷനിലൂടെ അകത്തു കയറി. ലോകകപ്പ് നൗക്കൌട്ട് സ്റ്റേജിൽ ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ലെന്ന വിമർശനം ക്രിസ്ത്യാനോയുടെ തലക്ക് മുകളിലൂടെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ പെനാൽറ്റി കിക്ക് എടുക്കുന്ന സമയത്ത് പോർച്ചുഗൽ പുറത്താവൽ ഭീഷണി നേരിടുകയായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനോയുടെ കാലുകൾ വിറച്ചില്ലായിരുന്നു. ബാജിയോ എന്ന ഇതിഹാസ താരത്തെ തിരിഞ്ഞുകൊത്തിയ അതേ ആയുധം ഉപയോഗിച്ച് ക്രിസ്ത്യാനോ ലക്ഷ്യം ഭേദിച്ചു. അത് അയാളുടെ മഹത്വം തന്നെയാണ്. 2011 ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കുന്നതിനു വേണ്ടി റയൽ മാഡ്രിഡ് താരമായിരുന്ന ക്രിസ്ത്യാനോ ക്രൊയേഷ്യയുടെ മണ്ണിൽ വിമാനമിറങ്ങിയിരുന്നു. അന്ന് അവിടുത്തെ കാണികൾ അയാളെ കൂവി. എതിരാളികളുടെ ടഫായ ചലഞ്ചുകൾ കാരണം ക്രിസ്ത്യാനോയുടെ വലത് കണങ്കാലിൽ നിന്ന് രക്തം ഒഴുകുകയും ചെയ്തു. പക്ഷേ ക്രിസ്ത്യാനോ പകച്ചു നിന്നില്ലായിരുന്നു. അയാളുടെ ചിറകിലേറി അന്ന് റയൽ മാഡ്രിഡ് വിജയിക്കുന്നുണ്ട്. താൻ മികച്ചവനായതുകൊണ്ടാണ് കൂവൽ കിട്ടുന്നതെന്ന് മത്സരശേഷം ക്രിസ്ത്യാനോ തുറന്നടിച്ചു. ആ പോരാട്ടവീര്യം 15 വർഷങ്ങൾക്കിപ്പുറവും ക്രിസ്ത്യാനോ എന്ന ഫുട്ബോളറിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ എന്ന മനുഷ്യനോട് ഇപ്പോഴും സ്നേഹം കൂടുകയാണ്. പിൽക്കാലത്ത് ഈ മത്സരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു രംഗം തെളിയും. തോൽവി മൂലം തരിച്ചു നിൽക്കുന്ന ലൂക്ക മോഡ്രിച്ചിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ക്രിസ്ത്യാനോയുടെ ചിത്രമായിരിക്കും അത്. ലോകകപ്പ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു അവിസ്മരണീയ പോരാട്ടത്തിനാണ് കഴിഞ്ഞ ഈ രാത്രി ടൊറന്റോ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഫുട്ബോൾ അതിൻ്റെ എല്ലാവിധ നാടകീയതയോടെയും വൈകാരികതയോടെയും കൂടെ നിറഞ്ഞാടിയ 90 മിനിറ്റുകൾ, ശേഷമുള്ള അഡീഷണൽ ടൈമുകൾ, ഒടുവിൽ ഹൃദയമിടിപ്പ് നിലച്ചു പോയേക്കാവുന്ന അത്രയും കടുത്ത സമ്മർദ്ദ നിമിഷങ്ങളെ അതിജീവിച്ച് ക്രൊയേഷ്യയെ തകർത്ത് പോർച്ചുഗൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. അവസാന നിമിഷം വരെ ആർക്കൊപ്പമെന്ന് പ്രവചിക്കാൻ കഴിയാതിരുന്ന ഒരു സിനിമ ക്ലൈമാക്സിന് പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു അത്യപൂർവ പോരാട്ടമായിരുന്നു ഫുട്ബോൾ ലോകം ഇന്നലെ കണ്ടത്. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പന്തടക്കത്തിൽ പോർച്ചുഗൽ മുന്നിട്ട് നിന്ന ഒന്നാം പകുതി ഗോൾ രഹിതമായി പിരിഞ്ഞെങ്കിലും രണ്ടാം പകുതിയിൽ കളി മാറി മറഞ്ഞു.
53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ച് നേടിയ തകർപ്പൻ ഗോളിലൂടെ ക്രൊയേഷ്യയാണ് ആദ്യം ലീഡെടുത്തത്. എന്നാൽ പോർച്ചുഗലിന്റെ പോരാട്ടവീര്യം അവസാനിച്ചില്ലായിരുന്നു. 68-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച് ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനു വേണ്ടി സമനില സമ്മാനിച്ചു. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ റൊണാൾഡോ നേടുന്ന ആദ്യ ഗോളെന്ന ചരിത്ര നേട്ടവും ഇതോടെ അദ്ദേഹം സ്വന്തമാക്കി. വിജയാഘോഷങ്ങൾക്കിടയിലും സ്റ്റേഡിയത്തെയും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെയും ഈറനണിയിച്ച മറ്റൊരു വൈകാരിക നിമിഷത്തിനും കളി സാക്ഷ്യം വഹിച്ചു. മത്സരം അവസാനിച്ചയുടൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സഹതാരമായിരുന്ന പ്രിയ സുഹൃത്തുമായിരുന്ന ഡീഗോ ജോട്ടയുടെ 21-ാം നമ്പർ ജേഴ്സി അണിഞ്ഞാണ് മൈതാനത്ത് നിന്നത്. കൃത്യം 1 വർഷം മുമ്പേ ഇതേ ദിവസമായിരുന്നു ഡീഗോ ജോട്ടയുടെ അപ്രതീക്ഷിത വിയോഗം. ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് കണ്ണീരണിഞ്ഞ മിഴികളോടെ റൊണാൾഡോ തന്റെ ഈ ലോകകപ്പ് പോരാട്ടം ജോട്ടക്കായി സമർപ്പിച്ചു. ഇനി പ്രീ ക്വാർട്ടറിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന മഹാപോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ലാമിൻ യമാലിന്റെ സ്പെയിനും തമ്മിലുള്ള ചരിത്രമായ പോരാട്ടത്തിന് നമുക്ക് കാത്തിരിക്കാം.